CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സാമൂഹ്യ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചു. ഭൂനികുതിയും കോടതി ഫീസും കുത്തനെ വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിലും വർധന. കൂറ്റനാട് ദേശോത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞാനയുടെ കുത്തേറ്റ് പാപ്പാന് ദാരുണാന്ത്യം. കോട്ടയം സ്വദേശി 50 വയസ്സുള്ള കുഞ്ഞുമോനാണ് മരിച്ചത്. കൂറ്റനാട് തണ്ണീർക്കോട് പാതയിൽ വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ഗുരുവായൂർ ചോൽപ്പുറത്ത് ബൈക്കിടിച്ച് ആക്രിവിൽപ്പനക്കാരനായ കർണാടക സ്വദേശിയുടെ കാൽപ്പത്തിയേറ്റു. ബൈക്ക് മറിഞ്ഞ് യാത്രികനും പരിക്കേറ്റു. കർണാടക സ്വദേശി നാഗാഷെട്ടിയുടെ കാൽപ്പത്തിയാണ് അറ്റത്. CSR ഫണ്ടിന്റെ മറവിൽ അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ 1000 കോടി തട്ടിപ്പിൽ എരുമപ്പെട്ടിയിലെ കോൺഗ്രസ് നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും പങ്കില്ലെന്ന് പാർട്ടി നേതൃത്വം. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ മറച്ചുവെക്കാനാണ് കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പെരുമ്പിലാവ് ഒറ്റപ്പിലാവിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞു. ബൈക്കിലെത്തിയ അജ്ഞാതനാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെ 4:20 സംഭവം. പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. സംസ്ഥാനപാതയിൽ കൊരട്ടിക്കര സ്കൂളിനു സമീപം വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂർ ടൗൺ ഹാളിന് പിറകിൽ നിന്നും വീണ്ടും മൂർഖൻ പാമ്പിനെ പിടികൂടി. ഒരാഴ്ച മുമ്പ് നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്റ്റേജിലും കഴിഞ്ഞ ഡിസംബർ 16-നും പാമ്പിനെ കണ്ടിരുന്നു. നവീകരിച്ച ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കൂദാശ ഫെബ്രുവരി 12-13 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം സ്വച്ഛ് സർവേക്ഷൻ 2024 പദ്ധതികളുടെ ഭാഗമായി കുന്നംകുളം നഗരസഭ പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തു നിർമ്മിച്ച മടേ കുന്നംകുളം ബ്യൂട്ടി സ്പോട്ട് തുറന്നുകൊടുത്തു. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10:30 തദ്ദേശ മന്ത്രി MB രാജേഷ് നിർവഹിക്കും. വടക്കേകാട് കപ്പിളിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടന്നു. മാർച്ച് 2 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിലാണ് കുംഭഭരണി മഹോത്സവം ആഘോഷിക്കുന്നത്. കടവല്ലൂർ ഭീമ ഏകാദശിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംഗീതോത്സവത്തിന് തുടക്കമായി. കടങ്ങോട് വെള്ളറക്കാട് ചിറമനങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരമായി വില്ലേജ് ഓഫീസറുടെ സേവനം ലഭ്യമാക്കണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന ഓർത്തഡോക്സ് കൺവെൻഷന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും മോസസ് സിനിമാറ്റിക് ബൈബിൾ ഡ്രാമയും നടന്നു. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 102-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. അഗതിയൂർ കലശമല ചിറയിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചമൂർത്തികളുടെയും നാഗരാജാവിന്റെയും പുനഃപ്രതിഷ്ഠയും പ്രശ്നപരിഹാരവും കലശാഭിഷേകവും ഫെബ്രുവരി 11 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. പൊന്നീർകുളം ആൽത്തറ കുണ്ടനി ശ്രീ ധണ്ടൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രശ്നപരിഹാര ക്രിയകളും അഷ്ടബന്ധ നവീകരണ കലശവും നടത്തി. വേലമഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ സ്റ്റാർ സ്വർണ്ണകൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.